ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിങ്. എല്ലാവരും ഷോൾഡറിങ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും ചിലപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഈ ഷോൾഡറിങ് അതിൻ്റെ ഉള്ളിൽ എന്താ കാര്യങ്ങളൊന്നും ചില ആൾക്കാർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ഷോൾഡറിങ് അങ്ങനെ എങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളറിയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഷോൾഡറിങ് അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഷോൾഡറിങ് എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് മറ്റൊന്നല്ല, ഈ ഷോൾഡറിങ് ആണ്. ഷോൾഡറിങ് എല്ലാവരും യൂസ് ചെയ്യുന്നൊക്കെ ഒരുവിധ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ കാര്യങ്ങളൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ല. ഇതെങ്ങനെ ഹീറ്റ് ആവുന്നത്, ഹീറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊന്നത് കരണ്ടിൽ കുത്തി നിങ്ങൾക്ക് വർക്കിംഗ് ആണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വർക്കിംഗ് തന്നെയാണെന്നുള്ളത് നമ്മൾ സപ്ലൈ കുത്തിയിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് ആദ്യം. അങ്ങനെപ്പോൾ നമ്മളിത് കരണ്ടിൽ പ്ലഗ് ചെയ്യണം. ജസ്റ്റ് ഇത് പ്ലഗ് ചെയ്ത് ഓൺ ചെയ്ത് ഇനി നമുക്ക് ഷോൾഡറിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതല്ലേ ഷോൾഡറിങ് വർക്കിംഗ് ആണ്. ലൈറ്റ് കത്തുന്നതിൽ ഇൻഡിക്കേറ്റർ ലൈറ്റിൽ വരുന്ന ടൈപ്പാണിത്. ഇത് ലൈറ്റ് കത്തുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ആരെയും തൊട്ട് നോക്കരുത്, ഞാൻ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട്. ഇതല്ല ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് ആവുകൊണ്ട് വർക്കിംഗ് തന്നെയാണ്. നമുക്കിത് അഴിച്ചിട്ട് ഇതിനുള്ള എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞതുമാതിരി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം നമ്മൾ ഈ ഷോൾഡറിങ് ചെയ്താൽ മാത്രം പോലും. അപ്പോൾ നമുക്ക് ഇതിനുള്ള എന്താണെന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് ഇതിന് 3 സ്ക്രൂ ഉണ്ടല്ലോ. ഇത് 1, 2, 3 അങ്ങനെ 3 സ്ക്രൂ ഉള്ളത്. നമുക്കിത് അഴിക്കണം, എന്നാലും ഇത് പുറത്തേക്ക് എടുക്കാനുള്ള എന്താ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഇതിന് മുമ്പ് തന്നെ ഇതാ ഇവിടെ പുറത്തുണ്ട് 220 വോൾട്ടേജാണ് ഇത് കൊടുത്തത്, വർക്ക് ചെയ്യുന്നത്. വോൾട്ടേജിങ് എന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളവർ. അപ്പോൾ നമ്മൾ ആ വോൾട്ടേജിലാണ് ഇത് വർക്ക് ചെയ്യാൻ അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം എന്താണെന്നുള്ള വരുന്ന കാര്യങ്ങൾ, ഉള്ളിലൊക്കെ എന്താണെന്നുള്ള അറിയേണ്ടത്. അതിന് ടെസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്താൽ മതി. അപ്പോൾ ഇത് അഴിച്ചിട്ടുണ്ട്. ഇതല്ല സ്ക്രൂ ആണ്, ഇതിന് 3 സ്ക്രൂ ആണിത്. ഈ 3 സ്ക്രൂ ഞാൻ അഴിച്ചത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സ്ക്രൂ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് എന്തായാലും ഉള്ളത് നമ്മളിത് പുറത്തേക്ക് എടുത്ത് ഫ്രണ്ട്സിലൊന്നുമില്ല, കാര്യമായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് 2 വയർ വന്ന് അതിനകത്ത് കുറച്ച് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തൊക്കെ നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഇത് കാണുന്നത് ഒരു കപ്പാസിറ്ററാണ്. ആ ബ്ലാക്ക് കളർ കണ്ട് കപ്പാസിറ്ററാണ്, മറ്റേ രജിസ്റ്ററാണ്. പിന്നെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കത്തിയിരുന്നില്ല, ആ ഇൻഡിക്കേറ്ററുമാണ്. കാരണം ഈ ഇൻഡിക്കേറ്റർ കത്താൻ വേണ്ടിയിട്ടാണ് അവർ രജിസ്റ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു കപ്പാസിറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കണക്ഷൻ നേരെ നമ്മളെ ഈ കോയിലിൻ്റെ അടിയിൽ നമ്മൾ ഹീറ്റ് ആവുന്ന കോയിലിൻ്റെ നിലയ്ക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആണ് കൊടുത്തത്. ടാപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ടാപ്പ് അടിച്ചതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഞാനിത് പറഞ്ഞൊരു കണക്ഷൻ അല്ലേ, ഈ ലൈറ്റിൽ നിന്നുള്ള രജിസ്റ്റർ വഴിയാണ് ലൈറ്റിലേക്ക് കണക്ഷൻ കൊടുത്തത്. മറ്റേ കപ്പാസിറ്റർ വഴിയാണ് ഈ കോയിലേക്കും കൊടുത്തത്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും. ഒരു കപ്പാസിറ്റർ രജിസ്റ്റർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനുള്ളിൽ വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഈ ടാപ്പ് അടിച്ചൊന്ന് അഴിച്ച് നോക്കാം. അതിനുള്ളിൽ ഞാൻ എന്തെങ്കിലും അവർ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാം. നമുക്ക് അഴിച്ച് നോക്കുന്നത് ടാപ്പ് സാധാരണ ഒരു ഇൻസുലേഷൻ ടാപ്പാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഇല്ല ഫ്രണ്ട്സ്, ഈ കപ്പാസിറ്ററിലേക്ക് വരുന്നൊരു പോയിൻ്റ് അതിൽ ജോയിൻറ്റ് ചെയ്തത് അവർ ടാപ്പ് അടിച്ചിട്ടുള്ളത്. കാരണം തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു ടാപ്പ് അടിച്ചിട്ടുണ്ടെന്നുള്ളൂ, വേറെ ഒന്നും ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല അല്ലേ. ഈ ഒരു പോയിന്റിൽ കപ്പാസിറ്റർ, ഒരു പോയിന്റിൽ റെസിസ്റ്റർ മാത്രമേ കൊടുത്തത്. അത് ആ റെസിസ്റ്റർ ആയിട്ട് വെക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ് നമ്മൾ അതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, ഹീറ്റിംഗ് കോയിലെന്നൊക്കെ പറയും നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇതിന് പുറമെ വരുന്ന ഷോൾഡറിങ് ചെയ്യാനുള്ള ഇത് ആ ഷോൾഡറിങ്, ആ കവറിങ്ങിലുള്ളതാണ് ഷോൾഡറിങ്. ആ ഉള്ളിലത്തെ ഹീറ്റിംഗ് കോയിൽ ഹീറ്റ് ആകുമ്പോൾ പുറമെയുള്ള കവറിങ് കൂടി ചൂടാവും. അതിൻ്റെ കൂടെ നമ്മൾ ലെഡ് വെക്കുമ്പോഴാണ് ഹീറ്റ് ആകുന്നത്. നമുക്കൊന്ന് അഴിച്ച് നോക്കാം ഉള്ളിൽ എന്താ കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ അഴിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ അടിവശത്തായിട്ടാണ് ഹീറ്റ് നന്നായിട്ട് വരും. ഹീറ്റ് വരുമ്പോൾ അത് ചൂടാകുമ്പോൾ ഇത് കവറിങ്ങാണ് പുറത്ത് വരുന്നത്. അപ്പോൾ ഇതിന് ഈ എഡ്ജ് ഭാഗം ചൂടാവും. അപ്പോൾ നമ്മൾ അവിടെ ലെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉരുകുകയാണ് ചെയ്യുന്നത്. അത്രയാണ് ഇതിൽ വരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അടിവശത്താണ് ഹീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഈ കവറിങ് ഇതിൻ്റെ അടുത്തേക്ക് വെച്ചെടുക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ അടിവശത്താണ് ചൂട് നന്നായിട്ട് വരും. അപ്പോൾ നമ്മളത് ലെഡ് വെച്ചാൽ ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ്. ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.